റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ ചിക്കൻ്റെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ കുറച്ച് പച്ച കാന്താരിയും കുറച്ച് കുരുമുളക്, കുറച്ച് പച്ചമുളക്, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സവാള, 1 കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, ഇത്രയും കൂടി നല്ല രീതിയിൽ കുത്തി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ പുരട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസുകൾ അങ്ങോട്ട് പുരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റായതിനു ശേഷം 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കാം. നല്ലൊരു വാഴയില ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ നല്ല പച്ചവെളിച്ചെണ്ണ കൊണ്ട് തടകിയതിന് ശേഷം നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനില്ലേ അത് അതിലേക്ക് അങ്ങോട്ട് പെറുക്കി വെക്കുക. എന്നിട്ട് വാഴയില തന്നെ കെട്ടി അങ്ങോട്ട് മുറുക്കി മുറുക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കിഴിയില്ലേ അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുക. ഒരു 2 വീസിലാകുമ്പോഴത്തേക്ക് സംഭവം സെറ്റാണ്. നല്ല അടിപൊളി അടാർ ഐറ്റമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല എൻ്റെ സ്വന്തം ഒരു പ്രിപ്പറേഷനാണ്, കണ്ടുപിടുത്തമാണ്. അടിപൊളി ടേസ്റ്റാണ്. മസാലയൊക്കെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് കൂട്ടിയെടുത്തേക്കണേ. ചിക്കൻ ഞാനൊരു 1/2 കിലോ 1/4 കിലോ കണക്കാക്കിയുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ കിഴിക്കകത്ത് നല്ല സംഭവം നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. കണ്ടില്ലേ എന്ത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇത് കുഴിഞ്ഞ ഒരു കുക്കറായതുകൊണ്ട് എടുത്തെടുക്കാൻ എനിക്ക് പാടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ തുറന്ന് ഞാൻ കാണിക്കാമായിരുന്നു. ഇനി അതിലേക്ക് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് നമ്മളുടെ കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചിടുന്നുണ്ട്. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. പച്ചക്കാന്താരി ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. കാന്താരി ചിക്കൻ എന്നൊക്കെ പറയാറില്ലേ, സംഭവം അത് തന്നെയാണ്. ഞാൻ ഒന്നും കൂടി ഒരു ഗ്രീൻ കളറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയും കൂടി ചേർക്കാം. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ആ മസാല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും കൂടി വറുത്ത് മുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. നല്ല കിടുക്കാച്ചി കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഞാനിത് എടുത്തിട്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബായ്. സത്യം പറഞ്ഞ വീഡിയോസൊക്കെ ഇടാൻ ഒരുപാട് ഡിലേ ആവുന്നുണ്ട്. ഉള്ള റെസിപ്പികളൊക്കെ കണ്ട് നിങ്ങൾ എന്താ പറയുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബായ്.